ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2024 മാർച്ച് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, സിക്കിം സംസ്ഥാനത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോയിലാണ്. രംഗ്പോ റെയിൽവേ സ്റ്റേഷനാണ് സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. പശ്ചിമ ബംഗാൾ സിക്കിം സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയാണ് നിലവിൽ വരാനായി പോകുന്നത്. സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് രംഗ്പോ റെയിൽവേ സ്റ്റേഷൻ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി ഭരണഘടനാ ഭേദഗതിക്ക് ശുപാർശ ചെയ്തത് കേന്ദ്ര നിയമ കമ്മീഷനാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനു വേണ്ടി ഭരണഘടനാ ഭേദഗതിക്ക് ശുപാർശ ചെയ്തത് കേന്ദ്ര നിയമ കമ്മീഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാറാണ്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി പെരിയാറാണ്. ഗംഗാ മോഡൽ ജല അഭിവൃദ്ധി പദ്ധതിയാണ് ഇത് നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ എന്നിവയൊക്കെയാണ്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. കേരള സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ആണ്. കേരള സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആണ് PS പ്രമോജ് ശങ്കർ. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോജ് ശങ്കർ ആണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ക്യാമ്പയിനാണ് നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ക്യാമ്പയിനാണ് നെല്ലിക്ക ക്യാമ്പയിൻ. നെല്ലിക്ക ക്യാമ്പയിൻ എന്ന പദ്ധതിയുമായി സഹകരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. 2023-24 സീസണിലെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ്. 2023-24 സീസണിലെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ്. ഫ്രാൻസിനെയാണ് സ്പെയിൻ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 2023-24 യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ്. 2023 യുവേഫ പുരുഷ നേഷൻസ് ലീഗ് കിരീടം നേടിയതും സ്പെയിൻ തന്നെയാണ്. 2023-24 യുവേഫ പുരുഷ നേഷൻസ് ലീഗ് കിരീടം നേടിയതും സ്പെയിൻ തന്നെയാണ്. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ പോർട്ടിന് എവിടെയാണ് തറക്കല്ലിട്ടത്? തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖരണ പട്ടണത്ത്. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ പോർട്ടിന് തറക്കല്ലിട്ടത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖര പട്ടണത്താണ്. ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഫ്രാൻസിന്റെ ഫുട്ബോൾ താരമാണ് പോൾ പോഗ്ബ. ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഫ്രാൻസിന്റെ ഫുട്ബോൾ താരമാണ് പോൾ പോഗ്ബ. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് വേദിയായത് മഹാരാഷ്ട്രയിലെ താനെയാണ്. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് വേദിയായത് മഹാരാഷ്ട്രയിലെ താനെയാണ്. മത്സരത്തിന്
ടെന്നീസ് ബോളുകളാണ് ഉപയോഗിക്കുന്നത്. സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന് ഉപയോഗിക്കുന്നത് ടെന്നീസ് ബോളുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഉൾനാടൻ ജലപാത കപ്പൽ ആരംഭിച്ചത് തൂത്തുക്കുടിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഉൾനാടൻ ജലപാത കപ്പൽ ആരംഭിച്ചത് തൂത്തുക്കുടിയിലാണ്. 2024 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ലക്ഷദ്വീപിലെ പുതിയ ഇന്ത്യൻ നാവിക താവളമാണ് INS ജഡായു. 2024 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ലക്ഷദ്വീപിലെ പുതിയ ഇന്ത്യൻ നാവിക താവളമാണ് INS ജഡായു. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 3 ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 3. 2024 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നതാണ്. 2024 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നതാണ്. ലോക കേൾവി ദിനമായി ആചരിക്കുന്നതും മാർച്ച് 3 തന്നെയാണ്. ലോക കേൾവി ദിനമായി ആചരിക്കുന്നതും ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നതും മാർച്ച് 3. 2024 ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ എന്നതാണ്. 2024 ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ്, ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ എന്നതാണ്. ഇസ്നോഫിലിക് മെനിൻഗോ എൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവി ഒച്ചാണ്. കുട്ടികൾക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഇസ്നോഫിലിക് മെനിൻഗോ എൻസെഫലൈറ്റിസ്. ഈ രോഗം പരത്തുന്ന ജീവി ഒച്ചാണ്. തലച്ചോറിലും ഞരമ്പിലുമാണ് രോഗം മൂലം തകരാറ് സംഭവിക്കുന്നത്. ഇസ്നോഫിലിക് മെനിൻഗോ എൻസെഫലൈറ്റിസ് എന്ന രോഗം പരത്തുന്ന ജീവിയാണ് ഒച്ച്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ചേർന്ന പ്രത്യേക യോഗമാണ് ഡിജി കൂട്ടം. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ചേർന്ന പ്രത്യേക യോഗം അറിയപ്പെടുന്ന പേരാണ് ഡിജി കൂട്ടം. വനം സംബന്ധിയായ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ പദ്ധതി. വനം സംബന്ധിയായ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ പദ്ധതി. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിലാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആസ്ഥാനം സ്ഥാപിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് സഖ്യത്തിന് നേതൃത്വം നൽകുന്ന രാജ്യം ഇന്ത്യയാണ്. മാർജാര കുടുംബത്തിൽപ്പെട്ട വലിയ മൃഗങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് സഖ്യം. ഈ സംഘടനയുടെ ഭാഗമായിട്ട് കടുവ, സിംഹം, പുള്ളിപ്പുലി, പ്യൂമ, ചീറ്റ, ജാഗ്വർ, ഹിമപ്പുലി എന്നിവയൊക്കെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആസ്ഥാനം സ്ഥാപിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന് നേതൃത്വം നൽകുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ധൊലേറയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ധൊലേറയിലാണ്. മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 85 വയസ്സാണ്. മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 85 വയസ്സാണ്. മുൻപ് 80 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 85 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്.
2024 താൽക്കാലികമായി അന്താരാഷ്ട്ര പദവി നൽകിയ വിമാനത്താവളം ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളമാണ്. 2024 താൽക്കാലികമായി അന്താരാഷ്ട്ര പദവി ലഭിച്ച വിമാനത്താവളം ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളമാണ്. അടുത്തിടെ മ്യാൻമാറിൽ കണ്ടെത്തിയ കുഞ്ഞൻ മത്സ്യമാണ് ഡാനിയോനെല്ല സെറിബ്രം. അടുത്തിടെ മ്യാൻമാറിൽ കണ്ടെത്തിയ കുഞ്ഞൻ മത്സ്യം ഡാനിയോനെല്ല സെറിബ്രം ആണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ജിയോ പ്ലാറ്റ്ഫോംസിനാണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ജിയോ പ്ലാറ്റ്ഫോംസിനാണ്. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈനയാണ്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടൽ ഒച്ചാണ് മെലനോക്ലാമിസ് ദ്രൗപദി. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ കടലൊച്ചിന് മെലനോക്ലാമിസ് ദ്രൗപദി എന്ന പേര് നൽകിയത്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടൽ ഒച്ചാണ് മെലനോക്ലാമിസ് ദ്രൗപദി. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായുള്ള സംവിധാനമാണ് ഹരിതമിത്രം ആപ്പ്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം ആപ്പ്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഹജ്ജ് സുവിധ ആപ്പ്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പാണ് ഹജ്ജ് സുവിധ ആപ്പ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഹജ്ജ് സുവിധ ആപ്പ്. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ഷാനവാസ് പോങ്ങനാടാണ്. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ഷാനവാസ് പോങ്ങനാടാണ്. ഷാനവാസ് പോങ്ങനാടിനെ 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് നിലം തൊട്ട നക്ഷത്രങ്ങൾ. നിലം തൊട്ട നക്ഷത്രങ്ങൾ എന്ന കൃതിക്കാണ് 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരം ഷാനവാസ് പോങ്ങനാടിന് ലഭിച്ചത്. 2024 ഡിജിറ്റൽ ടെക്നോളജി സഭ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് കേരള ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ്. 2024 ഡിജിറ്റൽ ടെക്നോളജി സഭ അവാർഡ് ലഭിച്ച കേരള സർക്കാർ സംരംഭമാണ് കേരള ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ്. മോഹിനിയാട്ട രൂപത്തിൽ അരങ്ങിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലാണ് സോംനിയം. മോഹിനിയാട്ട രൂപത്തിൽ അരങ്ങിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലാണ് സോംനിയം. സോംനിയം എന്ന സയൻസ് ഫിക്ഷൻ നോവൽ രചിച്ചത് ജോഹന്നാസ് കെപ്ലർ ആണ്. മോഹിനിയാട്ട രൂപത്തിൽ അരങ്ങിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവലാണ് സോംനിയം. സോംനിയം എഴുതിയത് ജോഹന്നാസ് കെപ്ലർ ആണ്. 1608 എഴുതപ്പെട്ട നോവലാണ് സോംനിയം എന്ന നോവൽ. ചന്ദ്രനിലേക്കുള്ള യാത്രകളും കാഴ്ചകളും ഭാവനയിൽ കണ്ട് ഒരു അമ്മയെയും മകനെയും കഥാപാത്രമാക്കി ജോഹന്നാസ് കെപ്ലർ എഴുതിയ നോവലാണ് സോംനിയം എന്ന നോവൽ. 2024 ബഹറിൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിലെ വിജയി മാക്സ് വെസ്തപ്പൻ ആണ്. 2024 ബഹറിൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിലെ വിജയി മാക്സ് വെസ്തപ്പൻ ആണ്. ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ്. ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ്. രണ്ടായിരത്തി 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനുവാണ്. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ്
MK സാനു ആണ്. 2022 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനായിരുന്നു. 2022 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് M മുകുന്ദൻ. 2021 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ M ലീലാവതിയാണ്. 2021 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ M ലീലാവതിയാണ്. 2021 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ M ലീലാവതി. 2022 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് M മുകുന്ദൻ. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനു ആണ്. രാജ്യത്തെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് ബീഹാറിലെ പാറ്റ്നയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് ബീഹാറിലെ പാറ്റ്നയിലാണ്. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടിക്ക് 2024 വേദിയായത് ഹൈദരാബാദാണ്. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടിക്ക് 2024 വേദിയായത് ഹൈദരാബാദാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് ആണ് ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റ്, മറയൂർ. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് ആണ് ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റ്, മറയൂർ. അടുത്തിടെ അന്തരിച്ച ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കേരള ചരിത്രകാരനും എഴുത്തുകാരനുമായിരുന്ന വ്യക്തിയാണ് NK ജോസ്. അടുത്തിടെ അന്തരിച്ച ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കേരള ചരിത്രകാരനും എഴുത്തുകാരനുമായിരുന്ന വ്യക്തിയാണ് NK ജോസ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2019 NK ജോസിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2019. ദളിത് പഠനത്തിനും ദളിത് ചരിത്രത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് ദളിത് സംഘടനകൾ അദ്ദേഹത്തിന് നൽകിയ പദവിയാണ് ദളിത് ബന്ധു എന്ന പേര്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ചാന്നാർ ലഹള, പുലയ ലഹള, വൈക്കം സത്യാഗ്രഹം, അയ്യൻകാളി, വേലുത്തമ്പി ദളവ എന്നിവ. ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന NK ജോസിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ചാന്നാർ ലഹള, പുലയ ലഹള, വൈക്കം സത്യാഗ്രഹം, അയ്യൻകാളി, വേലുത്തമ്പി ദളവ എന്നിവ. മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്ന പേരിൽ സ്ത്രീകൾക്കായി ധനസഹായം ഏർപ്പെടുത്തിയത് എവിടെയാണ്? ഡൽഹിയിലാണ്. മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്ന പേരിൽ സ്ത്രീകൾക്കായി ധനസഹായം ഏർപ്പെടുത്തിയത് ഡൽഹിയിലാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. സാറ ജോസഫിനെ 17ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമാക്കിയ നോവലാണ് എസ്തർ. സാറ ജോസഫിനെ 17ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമാക്കിയ നോവലാണ് എസ്തേർ. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹയായത് രജനി സുരേഷ് ആണ്. യുവ എഴുത്തുകാരിക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹയായത് രജനി സുരേഷ് ആണ്. കൃതി വള്ളുവനാടൻ വിഷുക്കുടുക്ക. ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല MG സർവകലാശാലയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല MG സർവകലാശാലയാണ്. 2024 നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ആദ്യ പതിപ്പ് നടന്നത് INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിലാണ്. 2024 നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ആദ്യ പതിപ്പ് നടന്നത് INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിലാണ്. 7ാമത് ഇന്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിന് 2024 വേദിയായത് ന്യൂഡൽഹിയാണ്. 7ാമത് ഇന്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിന് 2024 വേദിയായത് ന്യൂഡൽഹിയാണ്. അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായുള്ള
കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ ഓവർലോഡ്. അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായിട്ടുള്ള കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ്. സ്പെയിനിലെ മൊബൈൽ ഇക്കോസിസ്റ്റം ഫോറം നൽകുന്ന മേഫീസ് പുരസ്കാരം 2024 നേടിയ കേരള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഗ്രീൻ ആൻഡ് ഗ്ലോബൽ. സ്പെയിനിലെ മൊബൈൽ ഇക്കോസിസ്റ്റം ഫോറം നൽകുന്ന മേഫീസ് പുരസ്കാരത്തിന് 2024 അർഹത നേടിയ കേരള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഗ്രീൻ ആൻഡ് ഗ്ലോബൽ. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ പുരസ്കാരം 2024 നേടിയത് ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട് എന്നിവരാണ്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ പുരസ്കാരത്തിന് 2024 അർഹരായവർ ബാഡ്മിന്റൺ താരം ട്രീസ ജോളി, ജന്മന ഇരുകൈകളും ഇല്ലാതെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യത്തെ വനിതയായ ജിലു മാരിയറ്റ് തോമസ്, അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പെൺകൂട്ട് എന്ന സംഘടനയുടെ നേതാവായ വിജി പെൺകൂട്ട്, ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഡയറക്ടറായ അന്നപൂർണി സുബ്രഹ്മണ്യം എന്നിവർക്കാണ് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ പുരസ്കാരത്തിന് 2024 അർഹരായവരാണ് ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട് എന്നിവർ. 2023 ലോകത്ത് ഉയർത്തിക്കാട്ടേണ്ട പുതിയ 50 മീനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുമുള്ള ഭൂഗർഭ മീനാണ് ഹോറോഗ്ലാനിസ് പോപ്പുലി. 2023 ലോകത്ത് ഉയർത്തിക്കാട്ടേണ്ട പുതിയ 50 മീനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുമുള്ള ഭൂഗർഭ മീനാണ് ഹോറോഗ്ലാനിസ് പോപ്പുലി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ ഹുഗ്ലി നദിയിലാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ നീളം 520 മീറ്റർ ആണ്. ഹൗറയെയും സോൾട്ട് ലേക്ക് സിറ്റിയെയുമാണ് ടണൽ ബന്ധിപ്പിക്കുന്നത്. കേന്ദ്ര സേനയായ BSFൽ സ്നൈപ്പർ പരിശീലനം നേടിയ ആദ്യ വനിതയാണ് സുമൻ കുമാരി. കേന്ദ്ര സേനയായ BSFൽ സ്നൈപ്പർ പരിശീലനം നേടിയ ആദ്യ വനിത സുമൻ കുമാരിയാണ്. കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം മുസ്ലിം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ ടെസി തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട ഡോക്ടർ ടെസി തോമസ് ആണ് കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത്. അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8 ആണ്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 ആണ്. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. എലിഫന്റ് ട്രാക്കിംഗ് ആൻഡ് അലർട്ട് ആപ്പ് എന്ന സംവിധാനം നിലവിലുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. എലിഫന്റ് ട്രാക്കിംഗ് ആൻഡ് അലർട്ട് ആപ്പ് എന്ന സംവിധാനം നിലവിലുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ 2023-24 വർഷത്തിലെ യൂത്ത് ഐക്കൺ ജേതാക്കളായത് കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും ബേസിൽ ജോസഫ്, കായിക മേഖലയിൽ നിന്നും ആൻസി സോജൻ, സാഹിത്യ മേഖലയിൽ നിന്നും കെ അഖിൽ, കൃഷി മേഖലയിൽ നിന്നും അശ്വിൻ പരവൂർ, സംരംഭകത്വം KV സജീഷ്, സാമൂഹിക സേവന രംഗത്ത് നിന്നും ശ്രീനാഥ് ഗോപിനാഥ് എന്നിവരാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ 2023-24 വർഷത്തിലെ യൂത്ത് ഐക്കൺ പുരസ്കാര ജേതാക്കൾ. ബേസിൽ ജോസഫ്, ആൻസി സോജൻ,
കെ അഖിൽ, അശ്വിൻ പരവൂർ, കെ വി സജീഷ്, ശ്രീനാഥ് ഗോപിനാഥ് എന്നിവരാണ്. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ടെലിലോ 2.0. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ടെലിലോ 2.0. 2024 മാർച്ചിൽ കേരള സർക്കാർ സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷത്തെയാണ്. 2024 മാർച്ചിൽ കേരള സർക്കാർ സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷത്തെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച നോഡൽ ഓഫീസറാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച നോഡൽ ഓഫീസറാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതികളുടെ എണ്ണം 4. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതികളുടെ എണ്ണം 4. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതിയിലെ മറ്റ് അംഗങ്ങൾ വനം വകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കൂടാതെ ചീഫ് സെക്രട്ടറി എന്നിവരാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതിയിലെ അംഗങ്ങൾ, അധ്യക്ഷൻ മുഖ്യമന്ത്രി, ഇതുകൂടാതെ വനം വകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതിയുടെ കൺവീനർ ചീഫ് സെക്രട്ടറിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതിയുടെ കൺവീനർ ചീഫ് സെക്രട്ടറിയാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്ന സമിതിയായ നിയന്ത്രണ സമിതിയുടെ അധ്യക്ഷനും ചീഫ് സെക്രട്ടറി തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്ന സമിതിയായ നിയന്ത്രണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ്. ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ 2024 ഗോൾഡൻ കോമ്പസ് അവാർഡ് ജേതാവ് ശ്രീനിവാസൻ സ്വാമിയാണ്. ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ 2024 ഗോൾഡൻ കോമ്പസ് അവാർഡ് ജേതാവ് ശ്രീനിവാസൻ സ്വാമിയാണ്. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ദക്ഷിണ കൊറിയയിലെ ബുസാനാണ്. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വേദി ബുസാനാണ്. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാക്കൾ ചൈനയാണ്. വനിതാ വിഭാഗം ജേതാക്കളും ചൈന തന്നെയാണ്. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് പുരുഷ വിഭാഗം, വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയത് ചൈനയാണ്. വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് 2024 വേദിയായത് ദക്ഷിണ കൊറിയയിലെ ബുസാനാണ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടലാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. 2024 ഇറാസ്മസ് പ്രൈസിന് അർഹനായത് ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരനായ അമിതാഭ് ഘോഷാണ്. 2024 ഇറാസ്മസ് പ്രൈസിന് അർഹനായത് അമിതാഭ് ഘോഷാണ്. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ആഗോള പ്രതിസന്ധികളെ പറ്റി അദ്ദേഹത്തിന്റെ രചനകളിലൂടെ നൽകിയ സംഭാവനകൾക്കാണ് 2024 ഇറാസ്മസ് പ്രൈസിന്
അമിതാവ് ഘോഷ് അർഹനായത്. 2024 മാർച്ചിൽ നാറ്റോ സഖ്യത്തിൽ അംഗമായ സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്ന എത്രാമത്തെ രാജ്യമാണ്? 32ാമത്തെ രാജ്യമാണ്. 2024 മാർച്ചിൽ നാറ്റോ സഖ്യത്തിൽ അംഗമായ സ്വീഡൻ നാറ്റോയിൽ അംഗമാകുന്ന എത്രാമത്തെ രാജ്യമാണ്? 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. 1949 നാറ്റോ സ്ഥാപിതമായത്. നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. നാറ്റോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തലയാണ്. സമുദ്ര വ്യവസായത്തിന് ഉതകുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് മാരിടൈം ക്ലസ്റ്ററുകൾ. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തലയിലാണ്. 2024 മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയാണ് സുധാമൂർത്തി. 2024 മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയാണ് സുധാമൂർത്തി. നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷൻ, മെറ്റ എന്നിവ ചേർന്ന് സ്കൂളുകളിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ലാബുകളാണ് ഫ്രോണ്ടിയർ ടെക്നോളജി ലാബ്സ്. നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷനും മെറ്റയും ചേർന്ന് സ്കൂളുകളിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ലാബുകളാണ് ഫ്രോണ്ടിയർ ടെക്നോളജി ലാബ്സ്. ഇന്ത്യയിൽ ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സേനയെ വിന്യസിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സേനയെ വിന്യസിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. സേനയുടെ പേര് മറൈൻ എലൈറ്റ് ഫോഴ്സ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സേനയെ വിന്യസിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സേനയുടെ പേര് മറൈൻ എലൈറ്റ് ഫോഴ്സ് എന്നാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പേസ് ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പേസ് ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. ഇതിനു മുമ്പ് സ്പിൻ ബൗളർമാരാണ് 700 വിക്കറ്റുകൾ നേടിയിട്ടുള്ളത്. ഷെയ്ൻ വോണും മുത്തയ്യ മുരളീധരനുമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പേസ് ബൗളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. 71ാമത് ലോക സുന്ദരി മത്സരത്തിലെ വിജയി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ്. 71ാമത് ലോക സുന്ദരി മത്സരത്തിലെ വിജയി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ്. 71ാമത് ലോക സുന്ദരി മത്സരത്തിൽ ടോപ്പ് 8 ഉൾപ്പെട്ട ഇന്ത്യക്കാരിയാണ് സിനി ഷെട്ടി. 71ാമത് ലോക സുന്ദരി മത്സരത്തിൽ ടോപ്പ് 8 ഉൾപ്പെട്ട ഇന്ത്യക്കാരി സിനി ഷെട്ടിയാണ്. 71ാമത് ലോക സുന്ദരി മത്സരത്തിന്റെ വേളയിൽ ബ്യൂട്ടി വിത്ത് എ പർപ്പസ് ഹ്യൂമനിറ്റേറിയൻ അവാർഡിന് അർഹയായത് നിത അംബാനിയാണ്. 71ാമത് ലോക സുന്ദരി മത്സരത്തിൽ ടോപ്പ് 8 ഉൾപ്പെട്ട ഇന്ത്യക്കാരി സിനി ഷെട്ടിയാണ്. 71ാമത് ലോക സുന്ദരി മത്സരത്തിന്റെ വേളയിൽ ബ്യൂട്ടി വിത്ത് എ പർപ്പസ് ഹ്യൂമനിറ്റേറിയൻ അവാർഡിന് അർഹയായത് നിത അംബാനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തേതുമായിട്ടുള്ള സഹകരണ മ്യൂസിയമാണിത്. മ്യൂസിയം സ്ഥാപിക്കുന്നത് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ്. ഇന്ത്യയിലെയും
ഏഷ്യയിലെയും ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തേതുമായ സഹകരണ മ്യൂസിയമാണ് കോഴിക്കോട് നിലവിൽ വന്ന സഹകരണ മ്യൂസിയം. ഈ മ്യൂസിയം സ്ഥാപിക്കുന്നത് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ജേതാക്കൾ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയവർ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. ചന്ദ്രയാൻ 4 മിഷന്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ചന്ദ്രയാൻ 4 മിഷന്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന മൊഡ്യൂളുകളുടെ എണ്ണം 5 ആണ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന മൊഡ്യൂളുകളുടെ എണ്ണം 5 ആണ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ LVM-3യും PSLVയുമാണ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ LVM-3യും PSLVയുമാണ്. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. പദ്ധതി പ്രകാരം പുനർവിവാഹം ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം R അശ്വിനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപ്പാത തുരങ്കം നിലവിൽ വന്നത് അരുണാചൽ പ്രദേശിലാണ്. സെലാ തുരങ്കമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപ്പാത തുരങ്കമാണ് സെലാ തുരങ്കം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപ്പാത തുരങ്കമാണ് സെലാ തുരങ്കം. സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന പുരസ്കാരത്തിന് 2024 അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന പുരസ്കാരത്തിന് 2024 അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 96ാമത് ഓസ്കാർ പുരസ്കാരമാണ് 2024 നൽകിയത്. 96ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഓപ്പൺഹെയ്മർ. 2024 നടന്ന 96ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സിനിമ ഓപ്പൺഹെയ്മർ ആണ്. ഓപ്പൺഹെയ്മർ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ്. ക്രിസ്റ്റഫർ നോളനാണ് 96ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. 96ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹെയ്മർ എന്ന ചിത്രം സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ നോളനാണ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹെയ്മർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിലിയൻ മർഫിയാണ്. 96ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച നടൻ കിലിയൻ മർഫി, ചിത്രം ഓപ്പൺഹെയ്മർ. 96ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്, ചിത്രം പുവർ തിങ്സ്. 96ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്, ചിത്രം പുവർ തിങ്സ്. ഓപ്പൺഹെയ്മർ എന്ന ചിത്രത്തിന് എത്ര ഓസ്കാർ പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 7 ഓസ്കാർ പുരസ്കാരങ്ങളാണ് ഓപ്പൺഹെയ്മർ എന്ന ചിത്രത്തിന് ലഭിച്ചത്. 96ാമത് ഓസ്കാർ നോമിനേഷനിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ആയിരുന്നു ടു കിൽ എ ടൈഗർ. 96ാമത് ഓസ്കാർ നോമിനേഷനിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി ടു കിൽ എ ടൈഗർ സംവിധാനം ചെയ്തത് നിഷ പഹൂജയാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള മിസൈലായ അഗ്നി 5ന്റെ പരീക്ഷണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള മിസൈലായ അഗ്നി 5ന്റെ പരീക്ഷണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്ര ദൗത്യം നയിച്ച DRDO ശാസ്ത്രജ്ഞയായ മലയാളിയാണ് ഷീന റാണി. മിഷൻ ദിവ്യാസ്ത്ര എന്ന ദൗത്യം നയിച്ച DRDO ശാസ്ത്രജ്ഞയായ മലയാളിയാണ് ഷീന റാണി. 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ജില്ല കോഴിക്കോടാണ്. 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ജില്ല കോഴിക്കോടാണ്. ഹരിയാനയുടെ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയാണ്. ഹരിയാനയുടെ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി. അരുണാചൽ പ്രദേശിലെ 27ാമത് ജില്ലയായി നിലവിൽ വന്ന ജില്ലയാണ് ബിജോം. അരുണാചൽ പ്രദേശിലെ 27ാമത് ജില്ലയായി നിലവിൽ വന്നത് ബിജോം എന്ന ജില്ലയാണ്. പോർച്ചുഗലിൽ നടന്ന 44ാമത് ഫന്റാസ് പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് പുരസ്കാരം ലഭിച്ചത്. 2024 പോർച്ചുഗലിൽ നടന്ന 44ാമത് ഫന്റാസ് പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോയ്ക്ക് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് അദൃശ്യജാലകങ്ങൾ. ഈ അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഡോക്ടർ ബിജു ആണ്. ബംഗ്ലാദേശിൽ ചിത്രീകരിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു 2. ബംഗ്ലാദേശിൽ ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമ ആക്ഷൻ ഹീറോ ബിജു 2. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് എബ്രിഡ് ഷൈൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ അൽ ജൗഹറയിലാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ അൽ ജൗഹറയിലാണ്. ലോക ഗ്ലോക്കോമ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 12 ആണ്. ലോക ഗ്ലോക്കോമ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 12 ആണ്. 2024 ലോക ഗ്ലോക്കോമ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റിംഗ് ഫോർ എ ഗ്ലോക്കോമ ഫ്രീ വേൾഡ് എന്നതാണ്. 2024 ലോക ഗ്ലോക്കോമ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റിംഗ് ഫോർ എ ഗ്ലോക്കോമ ഫ്രീ വേൾഡ് എന്നതാണ്. പൗരത്വ നിയമ ഭേദഗതി വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11 പൗരത്വ ഭേദഗതി നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11 പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതെന്നായിരുന്നു 2019 ഡിസംബർ 10 പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12 പൗരത്വ ഭേദഗതി നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11 പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 10 രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. ബില്ലിലൂടെ പാസാക്കപ്പെട്ട യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ബില്ലിലൂടെ പാസാക്കപ്പെട്ട യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് തന്നെ യൂണിഫോം സിവിൽ കോഡ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനം ഗോവയാണ്. എന്നാൽ ഗോവയിൽ നിലനിൽക്കുന്നത് പോർച്ചുഗീസ് അധിഷ്ഠിതമായിട്ടുള്ള നിയമമാണ്. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല പോർട്ട് ടാക്സി സർവീസ് ആരംഭിച്ച നഗരം മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല പോർട്ട് ടാക്സി സർവീസ് ആരംഭിച്ച
നഗരം മുംബൈ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ദ്വാരക എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും ഗുരുഗ്രാമിനെയുമാണ്. അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ 2024 പുറത്തിറങ്ങിയ പുസ്തകമാണ് അൺടിൽ ഓഗസ്റ്റ്. അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് അൺടിൽ ഓഗസ്റ്റ്. പാമ്പുകടി ഏൽക്കുന്നത് തടയുന്നതിനായി മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കാൻ കേന്ദ്രതലത്തിൽ നിലവിൽ വരുന്ന സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 15400. പാമ്പുകടി ഏൽക്കുന്നത് തടയുന്നതിനായി മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കാൻ കേന്ദ്രതലത്തിൽ നിലവിൽ വരുന്ന സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 15400. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന കൃതിയുടെ രചയിതാവാണ് KG ജ്യോതിർ ഘോഷ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന കൃതിയുടെ രചയിതാവ് KG ജ്യോതിർ ഘോഷാണ്. സായുധ കലാപത്തെ തുടർന്ന് അടുത്തിടെ രാജിവെച്ച ഏരിയൽ ഹെൻറി ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഹെയ്ത്തി. സായുധ കലാപത്തെ തുടർന്ന് അടുത്തിടെ രാജിവെച്ച ഏരിയൽ ഹെൻറി ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഹെയ്ത്തി. 2024 ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിന് വേദിയായത് ഡൽഹിയാണ്. ഡൽഹിയിലെ പ്രഗതി മൈതാനിലായിരുന്നു 2024 ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയായത്. 2024 ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിന് വേദിയായത് പ്രഗതി മൈതാനാണ്. വേൾഡ് പൈ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 14 വേൾഡ് പൈ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 14 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകുന്ന മികച്ച പരിഭാഷയ്ക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് PK രാധാമണി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകുന്ന 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകുന്ന മികച്ച പരിഭാഷയ്ക്കുള്ള പുരസ്കാരം നേടിയ മലയാളി PK രാധാമണിയാണ്. കൃതി ഏതാണ്? അക്ഷരങ്ങളുടെ നിഴൽ. അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന കൃതിക്കാണ് PK രാധാമണിക്ക് മികച്ച പരിഭാഷയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 2024 മാർച്ചിൽ നടന്ന ഇന്ത്യയുടെ സംയുക്ത സേനാ സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി. 2024 മാർച്ചിൽ നടന്ന ഇന്ത്യയുടെ സംയുക്ത സേനാ സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി. ഭാരത് ശക്തിക്ക് വേദിയായത് പൊക്രാനാണ്. രാജസ്ഥാനിലെ പൊക്രാനാണ് ഭാരത് ശക്തി എന്ന സംയുക്ത സേനാ സൈനിക അഭ്യാസത്തിന് വേദിയായത്. 2024 മാർച്ചിൽ ഇന്ത്യയിൽ പുതിയ വിമാന സർവീസ് ആരംഭിച്ച ഫ്ലൈ 91 എന്ന കമ്പനിയുടെ ഉടമസ്ഥനായ മലയാളിയാണ് മനോജ് ചാക്കോ. 2024 മാർച്ചിൽ ഇന്ത്യയിൽ പുതിയ വിമാന സർവീസ് ആരംഭിച്ച ഫ്ലൈ 91 എന്ന കമ്പനിയുടെ ഉടമസ്ഥനായ മലയാളിയാണ് മനോജ് ചാക്കോ. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ 2024 പ്രമേയമാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ 2024 പ്രമേയമാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. ഇന്ത്യയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. ഇന്ത്യയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. മലയാള സിനിമാ ചരിത്രത്തിൽ 200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ആദ്യ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മലയാള സിനിമാ ചരിത്രത്തിൽ 200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ്
മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. 2024 യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് പാരറ്റ് ഫീവർ. 2024 യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് പാരറ്റ് ഫീവർ. പാരറ്റ് ഫീവർ അഥവാ സീറ്റാകോസിസ് എന്ന രോഗം പരത്തുന്ന ബാക്ടീരിയയാണ് ക്ലമിഡോഫില സിറ്റക്കി. പാരറ്റ് ഫീവർ അഥവാ സിറ്റക്കോസിസ് എന്ന രോഗം പരത്തുന്ന ബാക്ടീരിയയാണ് ക്ലമിഡോഫില സിറ്റക്കി. 2024 മാർച്ചിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളായി നിയമിതരായത് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സാന്ധുവുമാണ്. 2024 മാർച്ചിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളായി നിയമിതരായത് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സാന്ധുവുമാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സാന്ധുവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഫാക്ടറി നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ധൊലേരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഫാക്ടറി നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ധൊലേരയിലാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയുടെ പുതിയ പേരാണ് അഹല്യാനഗർ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയുടെ പുതിയ പേര് അഹല്യാനഗർ എന്നാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസിയാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ഫൈസിയാണ്. ഹൈദരാബാദ് വിമോചന ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ 17 നൈസാം ഭരണത്തിൽ നിന്നും ഹൈദരാബാദിനെ മോചിപ്പിക്കാൻ വേണ്ടി വീരമൃത്യു വരിച്ച ധീര ദേശാഭിമാനികളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ 17 ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഹൈദരാബാദ് വിമോചന ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ 17. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പാ സഹായം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് PM സൂരജ് പോർട്ടൽ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പാ സഹായം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് PM സൂരജ് പോർട്ടൽ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേതു സ്റ്റേഷൻ എന്നാണ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേതു സ്റ്റേഷൻ. 2024 മാർച്ചിൽ അന്തരിച്ച ഇരുമ്പ് ശ്വാസകോശത്തിൽ 70 വർഷം ജീവിച്ച വ്യക്തിയാണ് പോൾ അലക്സാണ്ടർ. പോളിയോ പോൾ എന്നറിയപ്പെട്ട വ്യക്തിയാണ് പോൾ അലക്സാണ്ടർ. 2024 മാർച്ചിൽ അന്തരിച്ച ഇരുമ്പിന്റെ ശ്വാസകോശത്തിൽ 70 വർഷം ജീവിച്ച വ്യക്തിയാണ് പോൾ അലക്സാണ്ടർ. 2024 PK കാളൻ സ്മാരക പുരസ്കാര ജേതാവ് K കുമാരനാണ്. ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനായ PK കാളന്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ PK കാളൻ പുരസ്കാരത്തിന് 2024 അർഹനായത് ചിമ്മാനക്കളി കലാകാരനും മാരിത്തെയ്യം പാട്ടുകാരൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ ശ്രീ K കുമാരനാണ്. രാജ്യത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നുകളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന കേന്ദ്രീകൃത സംവിധാനമാണ് നാഫിസ്. രാജ്യത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നുകളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന കേന്ദ്രീകൃത സംവിധാനമാണ് നാഫിസ്. നാഫിസിന്റെ പൂർണ്ണരൂപം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നതാണ്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമണ്ണാണ്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമണ്ണാണ്. 2023-24 വർഷത്തിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കളായത് മുംബൈ ആണ്. 2023-24 വർഷത്തിലെ
രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് മുംബൈ ആണ്. റണ്ണേഴ്സ് അപ്പ് വിദർഭയായിരുന്നു. മുംബൈയുടെ 42ാമത്തെ രഞ്ജി ട്രോഫി കിരീടമായിരുന്നു 2023-24 സീസണിൽ നേടിയത്. 2023-24 വർഷത്തിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് മുംബൈ ആണ്. മുംബൈ പരാജയപ്പെടുത്തിയത് വിദർഭയെയാണ്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന സാറ്റലൈറ്റ് ആണ് ബാർട്ടോസാറ്റ്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന സാറ്റലൈറ്റ് ആണ് ബാർട്ടോസാറ്റ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്കാണ് അദ്ദേഹത്തിന് 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത്. സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ മലയാളി ബാലാമണിയമ്മയാണ്. 1995 ബാലാമണിയമ്മയാണ് ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന മലയാളി. അതിനുശേഷം കെ അയ്യപ്പ പണിക്കർ 2005, 2012 സുഗതകുമാരി എന്നിവർ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. 2022 SL പുരം സദാനന്ദൻ നാടക പുരസ്കാരത്തിന് അർഹനായത് വേട്ടക്കുളം ശിവാനന്ദനാണ്. 2022 SL പുരം സദാനന്ദൻ നാടക പുരസ്കാരത്തിന് അർഹനായത് നാടക നടനും സംവിധായകനുമൊക്കെയായ വേട്ടക്കുളം ശിവാനന്ദനാണ്. 2021 SL പുരം സദാനന്ദൻ നാടക പുരസ്കാരത്തിന് അർഹയായത് KPSC ലീലയായിരുന്നു. 2021 SL പുരം സദാനന്ദൻ നാടക പുരസ്കാരത്തിന് അർഹയായത് KPSC ലീലയാണ്. 2022 SL പുരം സദാനന്ദൻ നാടക പുരസ്കാരത്തിന് അർഹനായത് വേട്ടക്കുളം ശിവാനന്ദനാണ്. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ്. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് മാജി മുംബൈയെയാണ്. ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്ത ഫൈനലിൽ പരാജയപ്പെടുത്തിയത് മാജി മുംബൈയെയാണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ IPLന്റെ വനിതാ പതിപ്പായിട്ടുള്ള വനിതാ പ്രീമിയർ ലീഗ് 2024 നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഡൽഹി ക്യാപിറ്റൽസിനെ ആയിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. വനിതാ പ്രീമിയർ ലീഗ് ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ സ്മൃതി മന്ദനയാണ്. വനിതാ പ്രീമിയർ ലീഗ് ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ്. വനിതാ പ്രീമിയർ ലീഗ് ഫൈനൽ മത്സരത്തിന് വേദിയായത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്. വനിതാ പ്രീമിയർ ലീഗ് ഫൈനൽ മത്സരത്തിന് വേദിയായത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്. 2024 വനിതാ പ്രീമിയർ ലീഗിലെ ഫൈനൽ മത്സരത്തിലെ താരമായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ സോഫി മോലിനിക്സ് ആണ്. 2024 വനിതാ പ്രീമിയർ ലീഗിൽ ഫൈനൽ മത്സരത്തിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ സോഫി മോലിനിക്സ് ആണ്. 2024 നടന്ന വനിതാ പ്രീമിയർ ലീഗിൽ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് UP വാരിയേഴ്സിന്റെ ദീപ്തി ശർമ്മയാണ്. 2024 വനിതാ പ്രീമിയർ ലീഗിൽ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് UP വാരിയേഴ്സിന്റെ ദീപ്തി ശർമ്മയാണ്. 2024 വനിതാ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം
തെരഞ്ഞെടുക്കപ്പെട്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ എലീസ് പെറിയാണ്. 2024 വനിതാ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിന് നൽകുന്ന ഓറഞ്ച് ക്യാപ്പ് പുരസ്കാരം നേടിയത് എലിസ പെറിയാണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ. 2024 വനിതാ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിന് ലഭിക്കുന്നതാണ് പർപ്പിൾ ക്യാപ്പ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിന് ലഭിക്കുന്ന പർപ്പിൾ ക്യാപ്പ് കരസ്ഥമാക്കിയത് ശ്രേയങ്ക പാട്ടീലാണ്. ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പിന് അർഹയായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ എലീസ് പെറി. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിന് ലഭിക്കുന്ന പർപ്പിൾ ക്യാപ്പ് കരസ്ഥമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ശ്രേയങ്ക പാട്ടീലുമാണ്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പോക്സോ നിയമത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പോക്സോ നിയമത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. മാറ്റൊലി എന്ന ചിത്രം തയ്യാറാക്കിയത് സംസ്ഥാന നിയമ വകുപ്പാണ്. 7ാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് VG തമ്പിയാണ്. 7ാമത് കാക്കനാടൻ പുരസ്കാര ജേതാവ് VG തമ്പിയാണ്. അദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹമാക്കിയ നോവലാണ് ഇദം പാരമിതം. ഇദം പാരമിതം എന്ന നോവലിനാണ് 2024 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് VG തമ്പി അർഹനായത്. 2023 കാക്കനാടൻ പുരസ്കാര ജേതാവ് KV മോഹൻകുമാർ ആണ്. കൃതി സമ്പൂർണ്ണ കഥകൾ. സമ്പൂർണ്ണ കഥകൾ എന്ന കൃതിക്കാണ് KV മോഹൻകുമാറിന് 2023 കാക്കനാടൻ പുരസ്കാരം ലഭിച്ചത്. 2024 കാക്കനാടൻ പുരസ്കാര ജേതാവ് VG തമ്പിയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ CEO ശ്രീകുമാർ K നായരാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ CEO ശ്രീകുമാർ K നായർ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതു ആണ്. സേതുമാധവൻ എന്ന സേതുവാണ് 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. ശ്രീ സേതു. പ്രസാർ ഭാരതിയുടെ ചെയർമാൻ നവനീത് കുമാർ സേഗാൾ ആണ്. പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സേഗാൾ. 2025 മുതൽ എല്ലാ വർഷവും ഫിഫ ഏത് വിഭാഗത്തിലെ ലോകകപ്പ് നടത്താനാണ് തീരുമാനിച്ചത്? ഫിഫ അണ്ടർ 17 ലോകകപ്പ് 2025 മുതൽ എല്ലാ വർഷവും ഫിഫ ഏത് വിഭാഗത്തിലെ ലോകകപ്പ് നടത്താനാണ് തീരുമാനിച്ചത്? ഫിഫ അണ്ടർ 17 ലോകകപ്പാണ് 2025 മുതൽ എല്ലാ വർഷവും നടത്താനായി തീരുമാനിച്ചത്. നിലവിൽ 2 വർഷം കൂടുമ്പോഴായിരുന്നു ഫിഫ അണ്ടർ 17 ലോകകപ്പ് നടത്തി വന്നിരുന്നത്. 2025 മുതൽ അത് എല്ലാ വർഷവും ലോകകപ്പ് നടത്താനായിട്ടാണ്, അണ്ടർ 17 ലോകകപ്പ് നടത്താനായിട്ടാണ് ഫിഫ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരം തിരുവനന്തപുരമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരം തിരുവനന്തപുരമാണ്. പാലസ്തീന്റെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് മുസ്തഫ. പാലസ്തീന്റെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയാണ്. പാലസ്തീന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ്. പാലസ്തീന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. പാലസ്തീന്റെ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ. 2024 PV നരസിംഹറാവു മെമ്മോറിയൽ പുരസ്കാര ജേതാവ് രത്തൻ ടാറ്റയാണ്. 2024 PV നരസിംഹറാവു മെമ്മോറിയൽ പുരസ്കാര ജേതാവ് രത്തൻ ടാറ്റയാണ്. 2024 IMFന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അതിദരിദ്ര രാജ്യം
ദക്ഷിണ സുഡാനാണ്. 2024 IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യം ദക്ഷിണ സുഡാനാണ്. 2024 IMFന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം ലക്സംബർഗുമാണ്. 2024 IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം ലക്സംബർഗാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് ഇതുവരെ. ഇതുവരെ എന്ന ചിത്രം സംവിധാനം ചെയ്തത് അനിൽ തോമസ് ആണ്. 2024 അഷിത പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. 2024 അഷിത പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. 2023 അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. 2023 അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. 2024 അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫുമാണ്. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഐസ്ലാൻഡിലാണ്. 2024 മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഐസ്ലാൻഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളുടെ രേഖയാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അടുത്തിടെ GI ടാഗ് ലഭിച്ച മജുലി മാസ്ക് മേക്കിംഗ് ആൻഡ് മജുലി മനുസ്ക്രിപ്റ്റ് പെയിന്റിംഗ് ഏത് സംസ്ഥാനത്തേതാണ്? അസം. അടുത്തിടെ GI ടാഗ് ലഭിച്ച മജുലി മാസ്ക് മേക്കിംഗ് ആൻഡ് മജുലി മനുസ്ക്രിപ്റ്റ് പെയിന്റിംഗ് അസം സംസ്ഥാനത്തിലേതാണ്. കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതി രചിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. കുമാരനാശാന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി. കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതി രചിച്ചത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ്. ലോക വന ദിനമായി ആചരിക്കുന്നത് മാർച്ച് 21 ലോക വന ദിനമായി ആചരിക്കുന്നത് മാർച്ച് 21 2024 ലോക വന ദിനത്തിന്റെ പ്രമേയമായിരുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നതാണ്. 2024 ലോക വന ദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. ദി കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്ററസി മെമ്മറി എന്ന കൃതിയുടെ രചയിതാവ് രാമചന്ദ്ര ഗുഹയാണ്. ദി കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്ററസി മെമ്മറി എന്ന കൃതിയുടെ രചയിതാവ് രാമചന്ദ്ര ഗുഹയാണ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായി അടുത്തിടെ നിയമിതനായത് പ്രബോവോ സുബിയാന്തോയാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. തുടർച്ചയായി 7ാം തവണയാണ് ഫിൻലാൻഡ് 1ാം സ്ഥാനത്തെത്തുന്നത്. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ് ഇത് തുടർച്ചയായി 7ാം തവണയാണ് 1ാം സ്ഥാനത്തെത്തുന്നത്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 2024 കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വികസിപ്പിക്കാൻ തീരുമാനിച്ച കുള്ളൻ പശുവാണ് തെന്മല ഡ്വാർഫ്. 2024 കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വികസിപ്പിക്കാൻ തീരുമാനിച്ച കുള്ളൻ പശുവാണ് തെന്മല ഡ്വാർഫ്. സുഗന്ധ ജീവിതം എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ഡോക്ടർ
വിജു ജേക്കബ് ആണ്. സുഗന്ധ ജീവിതം എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ഡോക്ടർ വിജു ജേക്കബ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 ആണ്. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 ആണ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നതാണ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡേ മിഷൻ ആയിരുന്നത് മേരി കോം ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡേ മിഷൻ ആയിരുന്നത് മേരി കോം ആണ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് പൊഖാറയാണ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് പൊഖാറ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും മലയാളി ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം പരാത കടന്നലാണ് ടീനിയോ ഗൊണാലസ് ദീപക്കി. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും മലയാളി ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം പരാത കടന്നലാണ് ടീനിയോ ഗൊണാലസ് ദീപക്കി. ഭിന്നശേഷി കുട്ടികളെ കായികപരമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഗോൾഡൻ ഗോൾ പദ്ധതി. ഭിന്നശേഷി കുട്ടികളെ കായികപരമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഗോൾഡൻ ഗോൾ പദ്ധതി. 2024 മാർച്ചിൽ കേരളത്തിലെ ആഴക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ജീവിഗണമാണ് ബ്രൂസ്തോവ ഇസ്രോ. 2024 മാർച്ചിൽ കേരളത്തിലെ ആഴക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ജീവിഗണമാണ് ബ്രൂസ്തോവ ഇസ്രോ. 2023 IQ എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. 2023 IQ എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. 2ാം സ്ഥാനത്ത് പാകിസ്ഥാനും 3ാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. 2023 IQ എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ്, 2ാം സ്ഥാനത്ത് പാകിസ്ഥാൻ, 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 2023 IQ എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന നഗരങ്ങളിൽ ഒന്നാമത് ബീഹാറിലെ ബെഗുസരായി ആണ്. 2023 IQ എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന നഗരങ്ങളിൽ ഒന്നാമത് ബീഹാറിലെ ബെഗുസരായി ആണ്. 2023 IQ എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ഡൽഹിയാണ്. 2023 IQ എയർ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ സോമാ ദി ആയുർവേദിക് കിച്ചൺ ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേയാണ് സോമാ ദി ആയുർവേദിക് കിച്ചൺ ഡൽഹി. 2019 പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. 2019 പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. 2024 മാർച്ചിൽ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. 2024 മാർച്ചിൽ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. മത്സ്യ ഗവേഷണത്തിൽ പൊതുജനങ്ങളെ സഹകരിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്
marlin@CMFRI സമുദ്ര മത്സ്യ ഗവേഷണത്തിൽ പൊതുജനങ്ങളെ സഹകരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് marlin@CMFRI. സമുദ്ര മത്സ്യ ഗവേഷണത്തിൽ പൊതുജനങ്ങളെ സഹകരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് marlin@CMFRI. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തെരഞ്ഞെടുത്തത് പാരാ അമ്പെയ്ത്ത് താരം ശീതൾ ദേവിയെയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഭിന്നശേഷി വിഭാഗത്തിന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്തത് പാരാ അമ്പെയ്ത്ത് താരം ശീതൾ ദേവിയെയാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2024 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ്. 2024 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ലില്യപ്പ എന്ന കൃതിയുടെ രചയിതാവ് സാറാ ജോസഫ് ആണ്. ലില്യപ്പ എന്ന കൃതിയുടെ രചയിതാവ് സാറാ ജോസഫ് ആണ്. സാറാ ജോസഫ് കുട്ടികൾക്ക് വേണ്ടി രചിച്ച നോവലാണ് ലില്യപ്പ. ഓസ്ട്രേലിയൻ സൈന്യത്തിൽ ചാപ്ലെയിൻ ക്യാപ്റ്റനാകുന്ന മലയാളിയാണ് സ്മൃതി എം കൃഷ്ണ. ഓസ്ട്രേലിയൻ സൈന്യത്തിൽ ചാപ്ലെയിൻ ക്യാപ്റ്റനാകുന്ന മലയാളിയാണ് സ്മൃതി എം കൃഷ്ണ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് സ്മൃതി എം കൃഷ്ണ. 2024 പുതൂർ പുരസ്കാര ജേതാവ് വൈശാഖനാണ്. 2024 പുതൂർ പുരസ്കാര ജേതാവാണ് വൈശാഖൻ. വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? MK ഗോപിനാഥൻ നായരാണ്. 2023 പുതൂർ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂറാണ്. 2023 പുതൂർ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ. 2024 പുതൂർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന MK ഗോപിനാഥൻ നായരാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 IV ദാസ് പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 IV ദാസ് പുരസ്കാര ജേതാവ് ശ്രീ M മുകുന്ദനാണ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി UK-യിൽ നിന്നുമുള്ള ക്രിസ് ബ്രൗൺ ആണ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ സഞ്ചാരി UK-യിൽ നിന്നുമുള്ള ക്രിസ് ബ്രൗൺ ആണ്. പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ പസഫിക് സമുദ്രത്തിലാണ്. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച ശസ്ത്രക്രിയ നടന്നത് USA-യിലെ മസാച്യൂസെറ്റ്സ് ജനറൽ ആശുപത്രിയിലാണ്. ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച ശസ്ത്രക്രിയ നടത്തിയത് USA-യിലെ മസാച്യൂസെറ്റ്സ് ജനറൽ ആശുപത്രിയാണ്. 2024 ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപോ പുരസ്കാരത്തിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. 2024 ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപോ പുരസ്കാരത്തിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ 2023-24 സീസണിലെ ജേതാക്കൾ ഒഡീഷ FC ആണ്. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ 2023-24 സീസൺ ജേതാക്കളായത് ഒഡീഷ FC ആണ്.
ഒഡീഷ FC ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഗോകുലം കേരളയെയാണ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അവാർഡ് ലഭിച്ച കേരളത്തിലെ സ്ഥാപനം ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം, ആലുവ ജില്ലാ ആശുപത്രി. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അവാർഡ് ലഭിച്ച കേരളത്തിലെ സ്ഥാപനമാണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം. ആലുവ ജില്ലാ ആശുപത്രിയിലാണ് ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആലുവ ജില്ലാ ആശുപത്രിയിലെ ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിനാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അവാർഡ് ലഭിച്ചത്. തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം. തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം പദ്ധതി. കേരള ഹോമിയോപ്പതി വകുപ്പാണ് സീതാലയം പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം പദ്ധതി. നടപ്പിലാക്കുന്നത് കേരള ഹോമിയോപ്പതി വകുപ്പാണ്. ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് 2024 മാർച്ചിൽ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ് ആണ്. ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് 2024 മാർച്ചിൽ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ് ആണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരിയാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി. 2024 മാർച്ചിൽ 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിലെ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. 2024 മാർച്ചിൽ 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്തു ലിഖിതം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിലെ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ്. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് യെസ് വി ക്യാൻ എൻഡ് TB എന്നതാണ്. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB. ഗഗൻയാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി 2024 മാർച്ചിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സഖി. സഖിയുടെ പൂർണ്ണരൂപം ദ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ദ ക്രൂ ഇന്ററാക്ഷൻ എന്നതാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി 2024 മാർച്ചിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് സഖി. 2024 അന്തരിച്ച ഉമ എന്ന നെൽ വിത്തിനത്തിന്റെ ഉപജ്ഞാതാവാണ് ഡോക്ടർ CA ജോസഫ്. 2024 അന്തരിച്ച ഉമ നെൽ വിത്തിനത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ CA ജോസഫ്. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ലങ് വാക്സ്. ബ്രിട്ടനിലെ ഗവേഷകരാണ് ഈ വാക്സിൻ വികസിപ്പിക്കുന്നത്. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ലങ് വാക്സ്. UN പൊതുസഭ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംബന്ധിച്ച ആദ്യത്തെ ആഗോള പ്രമേയം അംഗീകരിച്ചത് 2024 മാർച്ചിലാണ്. UN പൊതുസഭ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംബന്ധിച്ച ആദ്യത്തെ ആഗോള പ്രമേയം അംഗീകരിച്ചത് 2024 മാർച്ചിലാണ്. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. പദ്ധതി നടപ്പിലാക്കിയ ജില്ല എറണാകുളം ജില്ലയാണ്.
2024 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സര ജേതാവ് കാർലോസ് സെയിൻസ് ആണ്. 2024 നടന്ന ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സര ജേതാവ് കാർലോസ് സെയിൻസ് ആണ്. അയർലൻഡിന്റെ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ്. അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് സൈമൺ ഹാരിസ് ആണ്. ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന കൃതിയുടെ രചയിതാവ് സാം പിത്രോഡയാണ്. ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന കൃതിയുടെ രചയിതാവ് സാം പിത്രോഡ. 2024 മാർച്ചിൽ മേഗൻ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2024 മാർച്ചിൽ മേഗൻ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഓസ്ട്രേലിയയാണ്. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ സൗദി അറേബ്യൻ വനിതയാണ് റൂമി അൽ ഖഹ്താനി. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ സൗദി അറേബ്യൻ വനിതയാണ് റൂമി അൽ ഖഹ്താനി. ലോക നാടക ദിനമായി ആചരിക്കുന്നത് മാർച്ച് 27 ആണ്. ലോക നാടക ദിനമായി ആചരിക്കുന്നത് മാർച്ച് 27 ആണ്. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് അയൽ രാജ്യമാണ് മാതൃ ശിശു ആശുപത്രി സ്ഥാപിച്ചത്? ഭൂട്ടാൻ. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് അയൽ രാജ്യമാണ് അടുത്തിടെ മാതൃ ശിശു ആശുപത്രി സ്ഥാപിച്ചത്? ഭൂട്ടാൻ. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം സുനിൽ ഛേത്രിയാണ്. അന്താരാഷ്ട്ര പർപ്പിൾ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 26 ആണ്. അന്താരാഷ്ട്ര പർപ്പിൾ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 26 ആണ്. അപസ്മാര രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആചരിക്കുന്ന ദിവസമാണ് പർപ്പിൾ ദിനം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര പർപ്പിൾ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 26 ആണ്. സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് റെയിൽവേ പോലീസിന് വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി ആപ്പ്. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് റെയിൽവേ പോലീസിന് വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി ആപ്പ്. 2024 ആബേൽ പ്രൈസ് ജേതാവ് മിഷേൽ ടെലഗ്രാൻഡ് ആണ്. 2024 ആബേൽ പ്രൈസ് ജേതാവ് ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായ മിഷേൽ ടെലഗ്രാൻഡ് ആണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ഈ ഒരു ദൗത്യത്തിന് ഉപയോഗിക്കുന്ന റോക്കറ്റ് ഫാൽക്കൺ ഹെവിയാണ്. 2020 ക്രിക്കറ്റിൽ 100 തവണ അർദ്ധ സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. 2020 ക്രിക്കറ്റിൽ 100 തവണ അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് പന്തോയ് ചാനു. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം പന്തോയ് ചാനു ആണ്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് ആണ്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ VP ജഗതിരാജ്. 2024 ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം മുംബൈ ആണ്. 2024 ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം മുംബൈ ആണ്. ചൈനയിലെ ബീജിങ്ങിനെ മറികടന്നാണ് മുംബൈ ഈ ഒരു സ്ഥാനത്ത് എത്തിയത്. 2024 ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം മുംബൈ ആണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം ന്യൂയോർക്ക് ആണ്.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റെ പുതുക്കിയ വേതനം 346 രൂപയാണ്. നേരത്തെ 333 രൂപയായിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റെ പുതുക്കിയ വേതനം 346 രൂപയാണ്. ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഹരിയാനയാണ്, 374 രൂപയാണ്. ഏറ്റവും കുറവ് വേതനം നൽകുന്ന 2 സംസ്ഥാനങ്ങളാണുള്ളത്. അരുണാചൽ പ്രദേശും നാഗാലാൻഡും. 234 രൂപയാണ് അരുണാചൽ പ്രദേശിലെയും നാഗാലാൻഡിലെയും വേതനം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റെ പുതുക്കിയ വേതനം 346 രൂപയാണ്. 2024 ഏഷ്യ കപ്പ് 2020 ടൂർണമെന്റിന് വേദിയായത് ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് 2020 ടൂർണമെന്റിന് വേദിയായത് ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ 2020 ടൂർണമെന്റിന് വേദിയായത് ശ്രീലങ്കയാണ്. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് മലയാള മധുരം. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് മലയാള മധുരം പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് സമഗ്ര ശിക്ഷ കേരളമാണ്. 2024 അമേരിക്കയിൽ ചരക്കു കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലം ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ്, മെരിലാൻഡിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജാണ് 2024 അമേരിക്കയിൽ ചരക്കു കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലം. 2024 അമേരിക്കയിൽ ചരക്കു കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് തകർന്ന പാലമാണ് മെരിലാൻഡിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ്. 2024 G7 ഉച്ചകോടിയുടെ വേദിയായത് ഇറ്റലിയാണ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായത് ഇറ്റലിയാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം 2024 നേടിയത് TM കൃഷ്ണയാണ്. 2024 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് TM കൃഷ്ണയാണ്. MT ഏകാകിതയുടെ വിസ്മയം എന്ന കൃതി എഴുതിയത് KP സുധീരയാണ്. MT ഏകാകിതയുടെ വിസ്മയം എന്ന കൃതി രചിച്ചത് KP സുധീര. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിയായ COP29 വേദിയായത് അസർബൈജാനിലെ ബാക്കു ആണ്. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിയായ COP29 വേദിയായത് അസർബൈജാനിലെ ബാക്കു ആണെങ്കിൽ 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ്. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് COP30 വേദിയാകുന്നത് ബ്രസീലാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് മേധാവിയായി നിയമിതനായ ഇന്ത്യക്കാരനാണ് പവൻ ധവലൂരി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് മേധാവിയായി നിയമിതനായ ഇന്ത്യക്കാരനാണ് പവൻ ധവലൂരി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മണിപ്പൂരിൽ നിന്നുമുള്ള ബിജയ് ഛേത്രി. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ചത് കേരള കലാമണ്ഡലമാണ്. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ചത് കേരള കലാമണ്ഡലമാണ്. ബ്രാൻഡ് സ്ട്രെങ്ത് സൂചിക പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ബ്രാൻഡ് സ്ട്രെങ്ത് സൂചിക പ്രകാരം 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. ടൈപ്പ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇതൊക്കെ തിരുത്തി PDF അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. 287 റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ആയിരുന്നു
IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത്? IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്തയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്തയാണ്. 2024 മാർച്ചിൽ ISRO വിജയകരമായി പരീക്ഷിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. 2024 മാർച്ചിൽ ISRO വിജയകരമായി പരീക്ഷിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. വിലോ ദി വൈറ്റ് ഹൗസ് ക്യാറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ ജിൽ ബൈഡൻ, ആലിസ സാറ്റിൻ കപ്പുസില്ലി എന്നിവരാണ്. വിലോ ദി വൈറ്റ് ഹൗസ് ക്യാറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ US-ന്റെ പ്രഥമ വനിതയായ ജിൽ ബൈഡനും ആലിസ സാറ്റിൻ കപ്പുസില്ലിയുമാണ്. വൈറ്റ് ഹൗസിലെ വില്ലോ എന്ന പൂച്ചക്കുട്ടിയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് വിലോ ദി വൈറ്റ് ഹൗസ് ക്യാറ്റ് എന്ന പുസ്തകം. രചിച്ചിരിക്കുന്നത് ജിൽ ബൈഡനും ആലിസ സാറ്റിൻ കപ്പുസില്ലിയുമാണ്. അടുത്തിടെ അന്തരിച്ച ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തിയാണ് ഡാനിൽ കാനിമാൻ. അദ്ദേഹത്തിന് 2002 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തിയാണ് ഡാനിൽ കാനിമാൻ. അദ്ദേഹത്തിന് 2002 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലീറ്റ്സ് കമ്മിറ്റിയിൽ അംഗമായ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. 2024 അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലീറ്റ്സ് കമ്മിറ്റിയിൽ അംഗമായ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ പാർട്ടിയായ CPM ഇലക്ഷൻ പ്രചാരണത്തിനായി ഉപയോഗിച്ച AI അവതാരികയാണ് സമത. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ പാർട്ടിയായ CPM ഇലക്ഷൻ പ്രചാരണത്തിനായി ഉപയോഗിച്ച AI അവതാരികയാണ് സമത. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് 2024 മാർച്ച് 30-നാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് 2024 മാർച്ച് 30-നാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുകൂടിയുള്ള വഴികളിൽ കൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് 2024 മാർച്ച് 30-നാണ്. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മാർച്ച് 30-ആണ്. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മാർച്ച് 30-ആണ്. ആദ്യത്തെ പറക്കൽ വിജയകരമാക്കിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. ആദ്യത്തെ പറക്കൽ തന്നെ വിജയകരമാക്കിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.